കാസർഗോഡ് ഉക്കിനെടുക്ക ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി സമരം ശക്തമാകുന്നു. 3 വർഷമായിട്ടും ഹോസ്റ്റൽ സൗകര്യവും പ്രാക്ടിക്കൽ പഠനത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാത്തതിൽ പ്രതിഷേധിച്ച് നഴ്സിംഗ് വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ അനിശ്ചിതകാല പഠിപ്പ് മുടക്ക് സമരം ആരംഭിച്ചു. മെഡിക്കൽ കോളേജിന്റെ പ്രധാന കവാടം പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഇനി എങ്ങോട്ടെന്നും ഈ മുഖം തന്നെ കാണണമെന്ന് ഉറപ്പാണ്. 100%. 100 വർഷം സുമംഗലിയായിരിക്കട്ടെ. 100 വർഷങ്ങളായ ബന്ധങ്ങൾ, 100% ഉറപ്പ്. ഭീമയുടെ സംശുദ്ധി. 3 വർഷം മുൻപ് നഴ്സിംഗ് കോഴ്സ് ആരംഭിച്ചപ്പോൾ അധികൃതർ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാത്തതിനെ തുടർന്നാണ് വിദ്യാർത്ഥികളുടെ ഈ പ്രതിഷേധം. നിലവിൽ 150ഓളം വിദ്യാർത്ഥികളാണ് ഹോസ്റ്റൽ സൗകര്യമില്ലാതെ ക്യാമ്പസിന് പുറത്ത് കടുത്ത പ്രതിസന്ധി നേരിടുന്നത്. സുരക്ഷാ ഭീഷണിയുള്ള മേഖലയിൽ വലിയ തുക നൽകിയാണ് വിദ്യാർത്ഥികൾ സ്വകാര്യ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നത്. സർക്കാർ നിരക്കിൽ ലഭിക്കേണ്ട താമസ സൗകര്യമാണ് അധികൃതരുടെ അവഗണന മൂലം നഷ്ടമാകുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഹോസ്റ്റൽ പ്രശ്നത്തിനു പുറമെ പ്രാക്ടിക്കൽ പഠനത്തിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ല. ഇതിനായി ഓരോ സെമസ്റ്ററിലും കിലോമീറ്ററുകൾ താണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ടി വരുന്നത് വിദ്യാർത്ഥികൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്നു. കഴിഞ്ഞ മാസം നടത്തിയ സൂചനാ സമരത്തിന് അധികൃതർ വില കൽപ്പിക്കാത്ത സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ അനിശ്ചിതകാല പഠിപ്പ് മുടക്കിലേക്ക് നീങ്ങിയത്. ഹോസ്റ്റൽ പ്രവേശനത്തിനും പഠന സൗകര്യത്തിലും ഔദ്യോഗികമായ ഉറപ്പ് നൽകാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. ന്യൂസ് 40 ലൈവ്, കാസർഗോഡ്.